എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ഒന്നുമിതിലാണ്. ഞാൻ രാവിലെ ചോറ് വെക്കണം. ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പം കുറച്ച് വിറക് വാങ്ങി. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ അടുപ്പ് കത്തിച്ചാൽ നമുക്ക് ചോറ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് അടുപ്പ് കത്തിക്കാൻ പോണത്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് അടുപ്പ് കത്തിച്ചിട്ട് ചോറാക്കും. ഒരു അടുപ്പ് കത്തിച്ച് ചുള്ളിവർക്കൊക്കെ കൊടുത്ത് അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ചോറാക്കി മക്കൾക്ക് കൊടുക്കും. പക്ഷെ നമ്മുടെ മക്കൾക്ക് ഈ അമ്മമാരുടെ വേദന ശരിക്കും അറിയാറില്ല. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഒരു ദിവസത്തെ പ്രോസസ്സിങ് അല്ല ഇത്. എല്ലാ ദിവസവും അവർ വളരുന്നവരെയാണ്. അവർ വളർന്നു വലുതായി അത്രയും കാലം അവർക്ക് ഇതേപോലെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അവരെ വളർത്തിയെടുത്ത് ആ മക്കളൊക്കെ നന്നായി വരാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ. കാണിച്ചു തരാൻ നോക്കി ഞാൻ ഇതിന് കഷ്ടപ്പാടെന്താണെന്നത്. പട്ടൊക്കെ വേണം എന്നാലും ഇല്ലെങ്കിൽ ഇതൊന്നും കത്തില്ല. കുറേ സംഭവം ഇത് കത്തണമെങ്കിൽ പട്ടയും എല്ലാം വേണം, എന്നാലേ കത്തുള്ളൂ. അല്ലെങ്കിൽ കത്തില്ല. ഇതൊന്നും വേഗം കത്തുന്ന ഏർപ്പാടല്ല. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ അമ്മ പഠിപ്പിച്ചത് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഈസിയായി തോന്നാറുണ്ട്. ഇപ്പൊ ഞാനിത്രയും രാവിലെ നീച്ച് എന്താ അടുപ്പത്തേക്ക് വെച്ച് എന്താ മോനെ പോണെങ്കിൽ ഞാൻ കൃത്യമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തല്ലേ അവരുടെ ആരോഗ്യം കറക്റ്റാവുള്ളൂ. അറിയും കറക്റ്റാവും. ഇനി ഇത് കത്തിപ്പിടിച്ച് ഇവരോടേക്ക് സമയം ഒരുപാട് കേട്ടോ. വിറകുകളൊക്കെ കത്തിക്കണം. ഇത് കത്തി ആയി വരുന്നെങ്കിൽ നമ്മൾ സമയം ഒരു വഴിയാവും. പക്ഷെ ഈ കഷ്ടപ്പാടൊന്നും മക്കൾക്ക് വേണ്ടി അമ്മമാർ ചെയ്യുമ്പോൾ അത് കഷ്ടപ്പാടായി അവർക്ക് തോന്നാറില്ല. അതാണ് അതിൻ്റെ സത്യം. കാരണം എന്താ, അവരുടെ മക്കളെ ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പൊ ആ അമ്മമാരൊക്കെ നമിക്കണം കേട്ടോ. അന്നൊന്നും വളരെ റെയറായിട്ടാണ് പുരുഷന്മാരൊക്കെ അടുക്കളയിൽ കയറുള്ളൂ. പിന്നെയും കുറച്ചൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോകണം, അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല. പക്ഷെ അന്നൊന്നും കയറില്ല. എന്നിട്ട് അവർ പറയുമ്പോഴേക്ക് ചോറ് എത്തിക്കണം, എല്ലാം വേണം. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് നമ്മൾ കാണണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ യഥാർത്ഥ രൂപം ആർക്കും അറിയില്ലേ, ആരും പറയുന്നില്ല. ഇതൊക്കെ എത്രത്തോളം കഷ്ടപ്പാടാണ്. പക്ഷെ നമ്മളിത് ചെയ്ത് അവർക്ക് മക്കൾ കഴിച്ചു പോകുമ്പോണ്ടാവുന്ന ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടല്ലോ, ഒരു സന്തോഷം, അത് അമ്മമാർ അനുഭവിക്കുന്നുണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ആ ഒരു അമ്മമാരുടെ വേദന എത്ര വേദനിച്ചാലും അവരത് പറയില്ല. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ അമ്മമാർ ചീത്തോലൊക്കെ കാണില്ലേ, അതൊക്കെ രസമായിട്ട് കാണുന്ന ആളുകൾ നമ്മളൊക്കെ കുട്ടിക്കാലം പോലെ. ഇത് വിറകൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പണ്ടുകാരില്ല, അത് കത്തില്ല. വിറകുണ്ടായിട്ടുള്ള കാര്യം പിടിച്ച് പിന്നെ കത്തിക്കൊടുക്കുക. ഞാനെൻ്റെ മോനോട് ഒറ്റയ്ക്കുള്ളതുകൊണ്ടോ അവന് ഞാൻ ചെയ്തു കൊടുക്കണം. അപ്പോൾ പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയാം. ഇതൊന്നും ചെയ്തു കൊടുത്താൽ നമുക്കൊരു സന്തോഷം. നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ രാവിലെ ഈ തണുപ്പത്തൊക്കെ നെച്ച് വരിക എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടാണ്.
അല്ലേ? രാവിലത്തെ ആ ഒരു നീക്കൽ ഫാനൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു സുഖക്കുറവുണ്ടാവും. പക്ഷേ നീച്ചേ പറ്റൂ. കാരണം മക്കൾക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കാൻ പോകണം. അപ്പോൾ ഒരു ദിവസം പഠിച്ചാൽ പോലും എല്ലാ ദിവസവും ഇത് വേണം. അപ്പോൾ എല്ലാ ദിവസവും അതിരാവിലെ നീച്ച് അമ്മമാരൊക്കെ രാവിലെ എത്ര മണിക്ക് നീക്കും? 4 മണിക്കൊക്കെ നീച്ച് ചോറും കറിയും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. മക്കളും മോശമായി പോകാൻ അമ്മമാർ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തിട്ട് അവര് പറഞ്ഞയക്കുന്നത് അല്ലേ? അപ്പോൾ തീ പോയി ഇതൊക്കെ തീയിലിട്ട് ഞാൻ കുറച്ച് ഡീസൽ വാങ്ങിക്കൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കത്തില്ല. ഇത് ഊതി ഒരു വഴിയാവും. തീയായാലല്ലേ ഇപ്പൊ നമുക്ക് ഊതാൻ പറ്റുള്ളൂ. അങ്ങനെ കേട്ടോ. അത് ഭയങ്കര അപ്പൊ ഇത്രയും കഷ്ടപ്പാട് ഇതിലുണ്ട്. ഈ വിറകൊക്കെ കത്തി വരുമ്പോഴേക്ക് നമ്മുടെ അപ്പോൾ നമ്മളെയൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് പണിക്കൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരം രാത്രി ഒരു ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് ഉറങ്ങുമ്പോഴേക്ക് രാവിലെ മക്കൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ അമ്മമാരെ നമിക്കുക അല്ലാണ്ട് നമ്മളെന്താ ചെയ്യുക? അവർക്ക് തൊഴുത്. അതാണ് അമ്മയാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഒരു കാരണം ഇതാണ്. പ്രസവിച്ചത് കൊണ്ട് മാത്രമല്ല അമ്മ നമ്മുടെ ദൈവമാവും. ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് അങ്ങേയറ്റം വരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് നമ്മളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്, ഒരു സ്ഥാനത്ത് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ ആ അമ്മമാരെ എല്ലാ അമ്മമാരും കേട്ടോ, ഓരോ അമ്മമാർക്കും മക്കള് അധികം പെട്ടായി തോന്നിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നു നമ്മൾ കാണാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല കേട്ടോ. അതിന് നമുക്ക് ഉത്തരമില്ല. പക്ഷെ ഈ കഷ്ടപ്പാട് അറിയുന്ന ഒരമ്മമാർ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം ഇത് ഇവിടെ ഞാനൊരു ഓടക്കോളിൽ വെച്ചല്ലോ. ഞാനൊക്കെ രാവിലെ നിന്ന് അടുക്കളയിൽ നിന്നിട്ട് എൻ്റെ ഈ കഷ്ടപ്പാട് കാണിക്കാനല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്ക് ചെയ്തേ പറ്റും. ഒരു കാലത്ത് ഞാനും ഈ പറഞ്ഞ പോലെ അടുക്കളയിലൊന്നും കയറാതെ, പക്ഷെ അന്ന് അമ്മ ഞങ്ങളെ കൂടി ചെയ്യിക്കും. തീയൂതണം, വിറക് കൊണ്ടുപോകണം, വെള്ളം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നമ്മളിതൊക്കെ ചെയ്യും. ഞങ്ങളതൊക്കെ ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് അമ്മ നമ്മളൊരു എന്താ പറയുക, അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അമ്മ ദൈവം മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ കാലത്തൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ തന്ന അമ്മ. അതുകൊണ്ടായിരിക്കും ഞങ്ങളൊക്കെ വന്ന് ജ്യോത്സ്യം പഠിക്കാനും വൈദ്യം പഠിക്കാനൊക്കെ മെനക്കെട്ടത് കേട്ടോ. അല്ലെങ്കിൽ മെനക്കെട്ടിട്ടില്ലെങ്കിൽ ഇതൊന്നും പഠിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇതിലുണ്ട്. എല്ലാ അമ്മമാരുടെയും കഷ്ടപ്പാടിനെ ഞാൻ വന്ദിക്കുകയാണ്. എനിക്ക് അവരെ നമിച്ചേ പറ്റൂ. ഈ അമ്മമാരുടെ കഷ്ടപ്പാടൊക്കെ കണ്ട് അല്ലേ? ഞാൻ അവരൊക്കെ ചീത്ത പറയുന്നതും തല്ലുന്നതുമായ മക്കളൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഒരമ്മമാര് നമ്മുടെ സ്വന്തം അമ്മമാരാണ്. അവർക്കൊന്നും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കൽപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളൊന്ന് പോയി എടുത്തുകൊണ്ടുവന്നാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ അല്ലേ? നമ്മുടെ വീട്ടിലും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീടുകളൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. മറ്റേ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് വലിയൊരു പ്രശ്നമാണ്. ഈ സ്ത്രീകളും നമ്മളെപ്പോലെ തന്നെ അവരാണ് വീടിൻ്റെ ഐശ്വര്യം. അവർ മനുഷ്യർ തന്നെയാണ്. അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടറിയണം. അപ്പോൾ നമ്മൾ ഈ അടുക്കള കാര്യത്തിൽ ഏതൊരു മക്കളെ പോറ്റുന്ന അമ്മയും ഇത്തരം
വഴികളിലൂടെ പോകേണ്ടി വരും. കാരണം അവർക്ക് അടുപ്പ് കത്തിക്കേണ്ടി വരും. എന്നും സ്റ്റെപ്പ് നമുക്ക് 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഗ്യാസ് കിട്ടുന്നത്. ഒരു നല്ലൊരു പരിപാടി വീട്ടിൽ വന്നാൽ, ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഈ 45 ദിവസം ഗ്യാസ് നിൽക്കില്ല. ചിലപ്പോൾ ഒരു മാസം, ഒരു 10-20 ദിവസം കൊണ്ട് ഗ്യാസ് തീരും. അപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ സമാധാനം ചായ വെക്കാനാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ചായ വെക്കാം. ഇപ്പം അടുപ്പ് ഏകദേശം ചെറുതായിട്ട് കത്തി. ഇപ്പോൾ പോകട്ടോ, പിന്നാലെ പോകും. എന്നാലും നമ്മുടെ അമ്മമാർക്കുള്ള ഒരു ബിഗ് സല്യൂട്ട്.